നിങ്ങളൊരു വീട് വയ്ക്കുന്നതിനായിട്ട് ഒരു പ്ലോട്ട് അന്വേഷിക്കുന്ന ആളാണോ, അഥവാ നിങ്ങളൊരു വീട് വെക്കുന്ന ആവശ്യത്തിലേക്കായിട്ട് നിങ്ങളൊരു പ്ലോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അതായത് നിങ്ങളൊരു വീട് വെക്കാനായിട്ട് ഒരു പ്ലോട്ട് മേടിക്കുമ്പോൾ അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് ആ പ്ലോട്ടിൻ്റെ അനലൈസേഷൻ നടത്തുന്നത് വഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ ആ വീടിൻ്റെ പരമായ കാര്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ഒത്തിരിയധികം ലാഭം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ഒരു പ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ലിബിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ സോയിലിൻ്റെ ലെയറിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. വലിയ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ വാങ്ങുന്ന പ്ലോട്ടിൽ ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിൽ നോക്കിയോ, അല്ലെങ്കിൽ തൊട്ട അയൽപക്കത്ത് എവിടെയെങ്കിലും ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിൻ്റെ അകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എത്ര ഡെപ്തിൽ പോകുമ്പോഴാണ് ഒരു ഉറപ്പുള്ള ഭൂമി നമുക്ക് അവിടെ കിട്ടുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഏറെക്കുറെ ഒരു വിലയിരുത്തൽ നടത്താൻ പറ്റും. അല്ലെ തൊട്ടപ്പുറത്തൊക്കെയുള്ള ഏതെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ ഒരു പക്ഷേ എന്ത് ഡെപ്തിൽ പോയിട്ടായിരിക്കും ഒരു ഉറപ്പുള്ള ഭൂമി കിട്ടിയത് എന്ന് വേണമെങ്കിൽ അങ്ങനെ അറിയാൻ സാധിക്കും. അപ്പം ഏത് ലെവൽ ഡെപ്തിൽ പോയാലാണ് നമുക്ക് ഉറപ്പുള്ള ഒരു ഭൂമി കിട്ടുക എന്നുള്ളതിനെ പറ്റി നമ്മളൊരു അനലൈസേഷൻ നടക്കണം. ഒരു പരിധിയിലധികം ഡെപ്ത് പോയതിന് ശേഷം അല്ലെങ്കിൽ പൈലിങ് പോലെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു പ്ലോട്ടിൽ ഉറപ്പുള്ളൊരു ഭൂമി നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരിയധികം കോസ്റ്റ് ആവാനും അത് നമുക്ക് ഒത്തിരി പൈസ നഷ്ടം വരുത്താനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് നികത്തിയെടുത്ത ഭൂമിയാണോ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ടൊന്ന് പഠിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ചിലർ പ്ലോട്ട് വാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ ഒരു ടൗണിനോട് ചേർന്ന് തന്നെ കിടക്കുന്ന ഒരു ഭൂമിയായിരിക്കും പക്ഷേ ഒരു ഭൂമി ഉയർന്നതും ഒരു ഭൂമി ചിലപ്പോൾ താഴ്ന്നതുമായിരിക്കാം. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ താഴ്ന്ന ഭൂമിയെ വില ഒരു സ്വല്പം കുറച്ച് കിട്ടി എന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഒരിക്കലും താഴ്ന്ന ഭൂമി പോയി മേടിക്കുന്നത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ലാഭം ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം ഇപ്പം ഒരു താഴ്ന്ന ഭൂമിയാണ് എന്നുണ്ടെങ്കിൽ അവിടുത്തെ റോഡ് ലെവലിലേക്ക് നിങ്ങൾക്ക് ആ ഭൂമിയെ ഉയർത്തേണ്ടതായ ഒരു സാഹചര്യം വന്നാൽ അവിടെ എർത്ത് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പൈസ മുടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവിടുത്തെ കരിങ്കല്ല് കെട്ട് അതുപോലെ തന്നെ മണ്ണ് കൊണ്ടുവന്ന് അവിടെ ഫില്ല് ചെയ്യുമ്പോൾ മണ്ണിന് കൊടുക്കേണ്ട പൈസ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒത്തിരി എക്സ്പെൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫൗണ്ടേഷൻ ഡെപ്ത് അധികമായിട്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ അതുണ്ടാക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു പ്ലോട്ട് ഉയർന്നു നിൽക്കുന്നതാണോ താഴ്ന്നു നിൽക്കുന്നതാണോ എന്നുള്ളതും ഒക്കെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം മൊത്തത്തിലുള്ളൊരു പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ താഴ്ന്നു കിടക്കുന്ന ഭൂമിക്ക് ഒരു ഇത്തിരി കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ലാഭമാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും അവിടെ നമ്മൾ കാണാത്ത പല ചെലവുകളും നമുക്ക് പിന്നീട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴി. അതായത് നമ്മൾക്ക് ഒരു വീട്ടിലേക്ക് മിനിമം ഒരു 10 അടിയെങ്കിലും വീതിയിൽ ഒരു വഴി ഉള്ളതാണ് നല്ലത്. കാരണം നമ്മുടെ വീട്ടിലെ വാഹനങ്ങളൊക്കെ നമ്മുടെ പ്ലോട്ടിലേക്ക് വരാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വാഹനങ്ങൾ അവിടെ തിരിച്ചു കൊണ്ടുപോകാനും ഒക്കെയുള്ള സൗകര്യത്തെപ്പറ്റി നമ്മളൊന്ന് വിലയിരുത്തുന്നത് വളരെയധികം നല്ലതാണ്. തന്നെയുമല്ല നമ്മുടെ പ്ലോട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു 10 അടി വീതി ഉണ്ടായിരിക്കുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വഴിയിലെങ്ങും ഒരു പരിധിയിലധികം കേറുഡായിട്ടുള്ള വളവുകളൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുന്നത്. കാരണം ഒരു ടോറസ് പോലത്തെ അല്ലെങ്കിൽ ലോറി പോലത്തെ നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് നമുക്ക് അവിടത്തേക്ക് മെറ്റീരിയൽ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ അങ്ങോട്ട് വളഞ്ഞു വരാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കൺസ്ട്രക്ഷൻ സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളൊക്കെ അധികമായിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ആക്സസ് വലിയ വാഹനങ്ങൾക്കും കുഞ്ഞു വാഹനങ്ങൾക്കും ഒക്കെ വരാനുള്ള ആക്സസ് തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്, തെക്കോട്ട് ചായ്വുള്ള ഭൂമികൾ പൊതുവെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലോട്ട് വാങ്ങുകയാണ് എന്നിരിക്കട്ടെ. അപ്പോൾ തെക്കോട്ട് ചായ്വുള്ള വീടുകൾ പ്ലോട്ടുകൾ നിങ്ങളൊരു പക്ഷേ ഒഴിവാക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. കാരണം വേറൊന്നുമല്ല, സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അല്ല അതിനെ ഉള്ളത്. ഈ തെക്ക് വശത്തു നിന്നാണ് തെക്കൻ ചായൽ വെയിൽ നമുക്ക് നമ്മുടെ വേനൽക്കാലത്ത് ഇപ്പോഴൊക്കെ ആൾക്കാർക്ക് അറിയാം. കാരണം ഈ സമയത്തൊക്കെ നല്ല വെയിൽ നമ്മുടെ വീടുകളിലേക്ക് അടിക്കുന്നത് തെക്ക് സൈഡിൽ നിന്നാണ്. അപ്പം തെക്കോട്ട് ചെരിഞ്ഞ് നിൽക്കുന്ന അല്ലെ തെക്കോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ അവിടുത്തെ വരാന്തയൊക്കെ ചെയ്യുന്ന സമയത്ത് ആ വരാന്തയിൽ വെയിൽ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തെക്ക് വശത്തോട്ട് നമ്മുടെ പ്ലോട്ടിന് സ്വാഭാവികമായിട്ട് ഓപ്പൺ സ്പേസ് തെക്ക് വശത്ത് കിടക്കാൻ അവിടെ മരങ്ങൾ വളരെ കുറവായിരിക്കും, വഴിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അപ്പം അവിടെ നിന്നുള്ള വെയിലിനെ നമുക്ക് പ്രോപ്പറായിട്ട് കട്ട് ചെയ്യാൻ പറ്റാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് കൂടാനൊക്കെയുള്ള സാധ്യത ഈ തെക്കോട്ട് ചായ്വുള്ള പ്ലോട്ടുകൾക്ക് ഉണ്ട്. അപ്പം തെക്കോട്ട് ചായ്വുള്ള പ്ലോട്ടുകൾ ഒഴിവാക്കുന്നത് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മളെ സഹായിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് ഈ തെക്ക് വശത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ഉയർന്ന ഭൂമി.
അതായത് നമ്മളൊരു പക്ഷേ മേടിക്കുന്ന ഒരു പ്ലോട്ട് എന്ന് പറയുന്ന ഒരു പരിധിയിലധികം അതിനു മുമ്പ് ലാൻഡ് ഡെവലപ്പ് ചെയ്ത ആൾ ഭൂമി കട്ട് ചെയ്ത് മാറ്റി ഒക്കെ എടുത്ത പ്ലോട്ടായിരിക്കും. അപ്പോൾ തെക്ക് വശത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്ന ഒരു ഭൂമിയാണ് നിങ്ങളുടെ പ്ലോട്ടിനോട് ചേർന്നുള്ളത് എങ്കിൽ അവിടെ ഈ നമ്മുടെ നാട്ടിൽ പൊതുവെ കാറ്റ് വരുന്നത് ഈ തെക്ക് വശം പടിഞ്ഞാറ് വശം പോലത്തെ ഡയറക്ഷനിൽ നിന്നാണ് നമ്മുടെ നാട്ടിൽ കാറ്റ് വരാറ്. അപ്പം ഈ വീട്ടിലേക്കുള്ള എയർ പാസേജ് മുതലായ കാര്യങ്ങൾ, കാറ്റ് കിട്ടുക, അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പ്രദേശത്തിന്റെ ടോപ്പ് ജോഗ്രഫി തന്നെ നമ്മൾ നോക്കുമ്പോഴും തെക്ക് വശവും പടിഞ്ഞാറ് വശവും ഉയർന്നു നിൽക്കാത്ത സ്ഥലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിൽ, അതായത് സൗത്ത് സൈഡും അതുപോലെ വെസ്റ്റ് സൈഡും നിങ്ങൾക്ക് അധികം ഉയരത്തിലില്ലാത്തൊരു പ്ലോട്ട് സെലക്ട് ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഈ കാറ്റ് പോലത്തെ കാര്യങ്ങൾ നിങ്ങളുടെ പ്ലോട്ടിലേക്ക് കൂടുതൽ കിട്ടാനായിട്ട് സഹായകരമാകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള കറണ്ടിന്റെ കണക്ഷൻ. അതായത് KSEBയുടെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ പ്ലോട്ടിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ KSEBയുടെ ഒക്കെ ഒരു റൂള് പ്രകാരം നമുക്ക് മറ്റൊരാളുടെ പ്ലോട്ടിന്റെ ഉള്ളിൽ കൂടി ഒന്നും നമ്മുടെ പ്ലോട്ടിലേക്ക് ലൈൻ വലിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഒരു റോഡിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് കിടപ്പുണ്ടെങ്കിൽ അവിടുന്ന് നേരിട്ട് ഒരു ലൈൻ നമ്മുടെ പ്ലോട്ടിലേക്ക് വലിക്കാൻ പാകത്തിന് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ പ്ലോട്ടിന് തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അഡീഷണൽ പൈസ കൊടുത്ത് ഒരു ഇലക്ട്രിക് പോസ്റ്റ് നമ്മളുടെ പ്ലോട്ടിനോട് ചേർന്ന് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കണക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ചിലവ് വരുത്താൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ KSEBയുടെ ഒക്കെ ഒരു റൂള് പ്രകാരം 30 മീറ്ററിൽ കൂടുതലൊന്നും ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ മീറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് സർവീസ് വയറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 30 മീറ്ററിൽ കൂടുതലൊന്നും അവർ പെർമിറ്റ് ചെയ്യാറില്ല. അപ്പം 30 മീറ്റർ കൂടുതൽ ലെങ്തിലാണ് നമ്മുടെ പ്ലോട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ നിന്ന് വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഈ പുതിയൊരു ഇലക്ട്രിക് പോസ്റ്റോടെ നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഇടിക്കേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നതിനൊക്കെ വേണ്ടുന്നതായ ചിലവുകൾ KSEBയിൽ നമ്മൾ കെട്ടിവെക്കേണ്ടതായ പൈസയൊക്കെ ആയിട്ടൊരു അഡീഷണൽ ചിലവ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഈ കറണ്ടിൻ്റെ അവൈലബിലിറ്റി നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു പ്ലോട്ട് വാങ്ങാൻ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയാവുന്നൊരു കാര്യമാണ് നമ്മുടെ അവിടെ ഇപ്പം വാട്ടർ സപ്ലൈ, അതായത് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ വാട്ടർ സപ്ലൈ പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അവൈലബിലിറ്റി, നമ്മുടെ പ്ലോട്ടിനോട് എത്ര ചേർന്നാണ് ഈ വെള്ളത്തിന് സപ്ലൈ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ വിലയിരുത്തുക. അതുപോലെ ഇന്നത്തെ കാലത്ത് ഏറ്റവും നോക്കേണ്ട ഒരു കാര്യം മൊബൈലിൻ്റെ നെറ്റ്വർക്ക് കവറേജ് ആ പ്രദേശത്തുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഈ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾ പോലത്തെ നെറ്റിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പാകത്തിനുള്ള ഒരു ഏരിയയിലാണോ നമ്മൾ ഈ പറയുന്ന പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്, അഥവാ അവിടെ ഈ ഫൈബർ ഒപ്റ്റിക്സ് കണക്ഷൻ ഒന്നും ഇല്ലാത്തൊരു ഏരിയയിലൊക്കെയാണ് പിന്നീട് നമുക്കത് വളരെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് വരും. അപ്പോൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നത് ഒരു പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധ പുലർത്തുന്നത് ഒരു പക്ഷേ നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു പ്ലോട്ടിൽ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി. അതായത് ഒരു പ്രദേശത്ത് പൊതുവെ ഇപ്പോൾ വെള്ളത്തിന് ക്ഷാമമുള്ള സ്ഥലമാണ് എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മൾ പോയി എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളൊരു വീട് വെക്കുന്ന, നിങ്ങൾക്ക് ഒരു പക്ഷേ കോസ്റ്റ് കുറച്ച് സ്ഥലം കിട്ടുമായിരിക്കും, പക്ഷേ പിന്നീട് നിങ്ങൾ അവിടെ ജീവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ആ ടാങ്കർ ലോറിക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒത്തിരി പൈസ പിന്നീട് ചിലവായി പോകും. അപ്പോൾ നിങ്ങൾ പ്ലോട്ട് വാങ്ങുന്നതിനായിട്ട് ലാഭിച്ച പൈസ ഒരു പക്ഷേ പിന്നീട് നിങ്ങൾ അവിടെ ജീവിക്കുന്ന കാലത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഈ വെള്ളം കൊണ്ടുവരാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒരു പ്ലോട്ടിൽ എത്രയുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുന്നത്. അത് പരിസര പ്രദേശങ്ങളിലൊക്കെ അന്വേഷിക്കുക, അവിടെയൊക്കെ വെള്ളം ഉള്ളതാണോ എന്നൊക്കെ അന്വേഷിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ സാധ്യത. അപ്പോൾ 2018 നമ്മളൊരു വെള്ളപ്പൊക്കം കണ്ടതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു ഡേറ്റ വെച്ചിട്ടാണ് 2018 ഒരു വെള്ളപ്പൊക്ക കാലത്തൊക്കെ എന്തേലും വെള്ളം ആ പ്ലോട്ടിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വിലയിരുത്തി. അപ്പോൾ അതിൻ്റെ മേളിൽ വേണം നമ്മുടെ വീട് വെക്കാൻ എന്നുള്ളത് നമ്മൾ ഇപ്പോഴേ അനലൈസ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു പ്ലോട്ടിൽ വെള്ളം കയറുന്ന പ്ലോട്ടാണെങ്കിൽ അവിടെ നമ്മൾ ഈ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുള്ളതിനെയും ഉയർത്തി നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫൗണ്ടേഷൻ്റെ കോസ്റ്റിൽ അഡീഷണൽ ആയിട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള എന്താവും എന്നുള്ളത് നമ്മൾ കണക്കാക്കുക. അതുപോലെ അവിടെ എർത്ത് ഫില്ലിങ്, മണ്ണ് ഫില്ല് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ചിലവുകൾ തുടങ്ങിയവയെ പറ്റിയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും ഒരു പ്ലോട്ട് വാങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യത്തിലൊന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്ലോട്ട് വാങ്ങാൻ പോകുന്ന സമയത്ത് ചിലപ്പം ഒരു പ്ലോട്ടിനോട് തൊട്ട് ചേർന്ന് അല്ലെങ്കിൽ ഒരു 100 മീറ്റർ മാറിയുള്ള വേറൊരു പ്ലോട്ടായിരിക്കും. പക്ഷെ ഒരു പ്ലോട്ടിൽ നിന്ന് ഒരു പ്ലോട്ടിലേക്ക് മാറുമ്പോൾ ഇവിടെ നമ്മളൊരു വീട് നിർമ്മിക്കാൻ പോകുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കോസ്റ്റിൻ്റെ കാര്യത്തിൽ ഒത്തിരി വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഒന്നെങ്കിൽ നിങ്ങളൊരു എക്സ്പേർട്ടിൻ്റെ സഹായം, ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രം ഒരു പ്ലോട്ട് വാങ്ങുക, അല്ലെങ്കിൽ ഈ പ്ലോട്ട് വാങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ പറ്റി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പം നമ്മൾ പ്ലോട്ടിൻ്റെ വില എന്ന് പറയുന്നതിനെ നമുക്കൊരു സെൻറ്റ് ഭൂമിക്ക് നമ്മളോട് ആ ആൾ ചോദിക്കുന്ന
ചോദിക്കുന്ന വില മാത്രമല്ല, പിന്നീട് നമ്മൾ അവിടെ ഒരു വീട് നിർമ്മിക്കുമ്പോൾ ആ പ്ലോട്ടിൽ നമുക്ക് ഉണ്ടാകാൻ സാധ്യത അഡീഷണൽ എക്സ്പെൻസുകളെയും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഈ പ്ലോട്ടിന്റെ വിലയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോഴാണ് ഒരു പ്ലോട്ടിന് യഥാർത്ഥത്തിൽ നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ആകുന്നു എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളൊരു പ്ലോട്ട് വാങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അപ്പം നല്ലൊരു പ്ലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ, നല്ലൊരു വീട് അവിടെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.